ഹായ്, മുത്തൂറ്റിൽ വന്നതാണേ. ഒരു കല്യാണത്തിന് പോയി വരുന്ന വഴിക്കാണ് മുത്തൂറ്റിലേക്ക് വന്നത്. പലിശ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ മുത്തൂറ്റ് പലപ്പോഴും വലിയൊരു സഹായമാണല്ലേ. ഓടിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഗോൾഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അവർ പൈസ തരും. പലിശയൊക്കെ അടയ്ക്കണമെങ്കിൽ കൂടി. അപ്പോൾ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. പണയം വെക്കുക, പൈസ വാങ്ങുക, ജീവിക്കുക പലരുടേതും. അതിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു രസമായിട്ട് കണക്കാക്കണം. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഫ്ലവർ ഷോ ഉണ്ട്. അതിന് വേണ്ടി ബാലുശ്ശേരി കുറേ ആയി, ഡിസംബർ 8 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി പോവാണ്. ഞാനും ബെണ്ണും റിലേഷനും മാത്രമാണ് പോകുന്നത്. നന്ദ ഇവിടെ ഇല്ല. അപ്പോൾ ഫ്ലവർ ഷോൻ്റെ പുറമേയുള്ള കാഴ്ചയാണിത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളൊക്കെ കാണാൻ നല്ല രസമല്ലേ. മാനിന, മയിലിന, ആനയൊക്കെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുല്ലുകൊണ്ടുള്ള ആനകളുണ്ട്, ഒട്ടകം, പിന്നെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ ചെടികളൊക്കെ നോക്കി അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിനെ. പൂക്കൾ കൊണ്ട് ലവ് ചിഹ്നം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പ ഉണ്ടായിരുന്നു. പിന്നെ ധാരാളം വിളക്കുകളിങ്ങനെ ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് ന്യൂ ഇയർ മൂഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി. നന്ദി അവിടുന്ന് വീഡിയോ കോൾ വിളിച്ചു. അപ്പോൾ അവൾ ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ പോയി എന്നൊക്കെ പരിഭവം പറഞ്ഞു കേട്ടോ. പിന്നെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ കപ്പ ബിരിയാണി, പാനിപൂരി, ഐസ്ക്രീം, പിന്നെ എന്തൊക്കെയോ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ച് അവിടെ നിന്ന് ഊഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ചിരുന്ന് അങ്ങനെ ആ രാത്രി ഭയങ്കര മനോഹരമാക്കി മാറ്റി. ഈ വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ബൈ.